നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PSC നിയമന തട്ടിപ്പിൽ ശക്തമായ ഇടപെടലിനൊരുങ്ങി ലോക്ഭവൻ. PSC സെക്രട്ടറിയെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിളിച്ചുവരുത്തി. PSC ചെയർമാന്റെ അറിവില്ലാതെയാണ് സെക്രട്ടറി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കുന്നംകുളത്തെ ഓണാഘോഷങ്ങളിലെ അനിവാര്യതയായ ഓണത്തല്ല് 27 നടക്കും. രണ്ടോണ ദിവസം കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന പ്രത്യേക വേദിയിലാണ് ഓണത്തല്ല് അരങ്ങേറുക. നാട് ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പിൽ. സ്കൂളുകളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വൈവിധ്യമാർന്ന ഓണാഘോഷങ്ങൾ അരങ്ങേറുമ്പോൾ ഓണച്ചന്തകളിലും തിരക്ക്. വാർത്തകൾ വിശദമായി. PSC നിയമന തട്ടിപ്പിൽ ശക്തമായ ഇടപെടലിനൊരുങ്ങി ലോക്ഭവൻ. PSC സെക്രട്ടറിയെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിളിച്ചുവരുത്തി. PSC ചെയർമാന്റെ അറിവില്ലാതെയാണ് സെക്രട്ടറി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. പരീക്ഷാ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ സെക്രട്ടറിയോട് ഗവർണർ തേടി. അതേസമയം PSC നിയമന ക്രമക്കേട് സംബന്ധിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് തുടരുകയാണ്. കമ്പ്യൂട്ടർ, ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവയുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം വന്ന ശേഷം PSCയിലെ ഉന്നതരെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. തെളിവ് ശേഖരണം പൂർത്തിയായ ശേഷം പ്രതികളുടെ പേരുൾപ്പെടുത്തി കോടതിക്ക് റിപ്പോർട്ട് നൽകും. ഇനി ഓണവിശേഷം. കുന്നംകുളത്തെ ഓണാഘോഷങ്ങളിലെ അനിവാര്യതയായ ഓണത്തല്ല് 27 നടക്കുമെന്ന് സംഘാടകരായ പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്റർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രണ്ടോണ ദിവസം കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന പ്രത്യേക വേദിയിലാണ് ഓണത്തല്ല് അരങ്ങേറുക. കുന്നംകുളത്തെ ഓണാഘോഷത്തിൽ അവിഭാജ്യ ഘടകമായി വർഷങ്ങളായി തുടർന്നുവരുന്ന ഓണത്തല്ല് അഥവാ കയ്യാങ്കളി പയറ്റിത്തെളിഞ്ഞ മെയ് അഭ്യാസികളുടെ മാസ്മരിക പ്രകടനം കൊണ്ട് ശ്രദ്ധേയമാണ്. തെക്കഞ്ചേരി, വടക്കഞ്ചേരി എന്നീ 2 ചേരികളിലായാണ് അഭ്യാസികൾ മെയ് പയറ്റിനിറങ്ങുക. വടക്കഞ്ചേരിയെ വാപ്പനു ആശാനും തെക്കഞ്ചേരിയെ മൊയ്തു ആശാനും നയിക്കും. കുഞ്ഞിവാപ്പു, സുലൈമാൻ എന്നിവർ പയറ്റ് നിയന്ത്രിക്കുന്ന ചായ്ക്കന്മാരാകും. 27-ാം തീയതി ഉച്ചയ്ക്ക് 2:30 കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് കയ്യാങ്കളി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. AC മൊയ്തീൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. ഓണത്തല്ലിനൊപ്പം ഞമനേങ്ങാട് ബോധിധർമ്മ അക്കാദമി ടീമിന്റെ കരാത്തെ, ദോ കൊമ്പ്, ദോ പ്രദർശനവും ഉണ്ടായിരിക്കും. പതിറ്റാണ്ടുകളായി കുന്നംകുളത്ത് നടക്കുന്ന ഓണത്തല്ലിന് സർക്കാർ നൽകി വന്നിരുന്ന ഗ്രാന്റ് 9 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. സർക്കാരിന്റെയോ നഗരസഭയുടെയോ സാമ്പത്തിക സഹായങ്ങളില്ലാതെയാണ് പോപ്പുലർ ക്ലബ്ബ് വർഷങ്ങളായി ഓണത്തല്ല് സംഘടിപ്പിച്ചു വരുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മാത്യു ചെമ്മണ്ണൂർ, ഡെർബി ചീരൻ, MK ശിവദാസൻ, വേണുഗോപാൽ ഏറത്ത്, ജിമ്മി ഐപ്പുരു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാട് ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പിലാണ്. പരീക്ഷകൾക്ക് വിരാമമായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂക്കളവും പുലിക്കളിയും തിരുവാതിരയും കലാമത്സരങ്ങളും ഓണസദ്യയും വാദ്യവിരുന്നുകളുമെല്ലാമായി ആഘോഷത്തിന്റെ നിറവിൽ മുങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വൈവിധ്യമാർന്ന ഓണാഘോഷങ്ങൾ അരങ്ങേറുമ്പോൾ ഓണച്ചന്തകളിലും തിരക്കേറുകയാണ്. നാടൊട്ടാകെ ഉത്സവ ചൈതന്യം നിറയ്ക്കുന്ന ഓണവിശേഷങ്ങളിലേക്ക്. പുന്നയൂർ കൃഷിഭവന്റെ ഓണം സമൃദ്ധി വിപണിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനം ചെയ്തു. പൊന്നോത്ത് ഉമ്മർ ഹാജി ഏറ്റുവാങ്ങി. ഓണത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിഷരഹിത പച്ചക്കറികൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്നതിനായി പുന്നയൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഓണച്ചന്ത പ്രവർത്തനം തുടങ്ങിയത്. പ്രാദേശിക കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച പുതിയ പച്ചക്കറികളാണ് ചന്തയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള പച്ചക്കറികൾ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ കർഷകരിൽ നിന്നും നേരിട്ട് ഇവിടെ നിന്നും ലഭ്യമാകും. ഓണച്ചന്ത ഓഗസ്റ്റ് 25 വരെ പുന്നയൂർ പഞ്ചായത്തിന് മുന്നിലുള്ള ബിൽഡിംഗിൽ തുടരുമെന്നും പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ അധ്യക്ഷനായി. CDS ചെയർപേഴ്സൺ നസിയ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീറ അഹമ്മദ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വാർഡ് മെമ്പർമാർ, കർഷകർ എന്നിവർ പങ്കെടുത്തു. കൃഷിഭവൻ ഓഫീസർ K ഗംഗാദത്തൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സൗമ്യ നന്ദിയും പറഞ്ഞു. കൃഷിഭവൻ ജീവനക്കാരായ സ്നേഹ, സനൽ, ഗീത, ഷീബ, സൗദാമിനി, ജിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഓണറേറിയത്തിൽ നിന്നും ഓണക്കോടി സമ്മാനിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കാട്ടകമ്പാൽ പഞ്ചായത്ത് 11ാം വാർഡ് പഴഞ്ഞി ഈസ്റ്റ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ജയശങ്കർ, 12ാം വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മിനി ഐപ്പ് എന്നിവരാണ് ഓണറേറിയത്തിൽ നിന്നും വാർഡിലെ തൊഴിലുറപ്പ്, അങ്കണവാടി ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെ 70 പേർക്ക് ഓണക്കോടി നൽകിയത്. ഇവർക്കായി ഓണസദ്യയും ഒരുക്കി. പഴഞ്ഞി ക്രസന്റ് കോളേജിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം റസാഖ്, ജനപ്രതിനിധികളായ ജിൻസി സജു, സ്വീറ്റി ഷാജു, സന്ധ്യ ഷിബു, തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി. തിരുവള്ളൂർ സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് ടീം അംഗങ്ങളുടെ നേതൃത്വത്തിൽ റോബോ ഓണം സംഘടിപ്പിച്ചു. ചുണ്ടൻ വള്ളത്തിന്റെ മാതൃക തയ്യാറാക്കി റോബോട്ടിക് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ അതിലെ പങ്കായം ചലിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ വേറിട്ടൊരു ഓണാഘോഷ മാതൃക ഒരുക്കിയത്. പ്രധാനാധ്യാപിക ജിഷ റോബോട്ട് ഓണം ഉദ്ഘാടനം ചെയ്തു. ലിറ്റിൽ കൈറ്റ്സ് മെന്റർമാരായ മഞ്ജു ജോർജ്, ഷിജി ആന്റണി എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ മുഹമ്മദ് തഫ്ഹീം, ഗബ്രിയേൽ വി ജോബി, സൂര്യദേവ്, റുഫൈദ സാറ, അനഖ എം വി, ഫാത്തിമ റിസ എന്നിവർ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വേലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കവിത ടീച്ചർ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ അധ്യാപകരുടെ തിരുവാതിരക്കളിയോടെയാണ് ഓണാഘോഷത്തിന് തുടക്കമായത്. പ്രധാനാധ്യാപകൻ അനീഷ് മാസ്റ്റർ, PTA പ്രസിഡന്റ് ഷജീന നാസർ എന്നിവർ സംസാരിച്ചു. PTA സമാഹരിച്ച ഫണ്ട് ഉപയോഗിച്ചു വാങ്ങിയ പുതിയ സ്പീക്കർ PTA പ്രസിഡന്റ് സ്കൂളിന് നൽകി. കേച്ചേരിയിലെ സ്വകാര്യ സ്ഥാപനം സ്പോൺസർ ചെയ്ത സീനിയർ ഫുട്ബോൾ ടീമിനുള്ള ജേഴ്സിയും ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് കസേരകളി, മാവേലിക്ക് മീശവരയ്ക്കൽ, വടംവലി തുടങ്ങി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ഓണത്തിനോടനുബന്ധിച്ച് എരുമപ്പെട്ടി പഞ്ചായത്ത് 19ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100ൽ പരം കുടുംബങ്ങൾക്ക് അരി വിതരണം നടത്തി. കരിയന്നൂരിൽ നടന്ന ചടങ്ങ് KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് റസാഖ് പൂക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM നിഷാദ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് NK കബീർ, MK രഘു, MA ഉസ്മാൻ, മീന ശലമോൻ, സുജാത തുളസി, അമ്പലപ്പാട്ട് മുരളീധരൻ എന്നിവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കലിക 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ സക്കറിയ OAC, സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, PTA പ്രസിഡന്റ് PK ബ്രീസ്, PTA വൈസ് പ്രസിഡന്റ് ഷൈനി പ്രജോത്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ഓണാശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി ഓണപ്പാട്ട്, വടംവലി, കസേരകളി എന്നിങ്ങനെ വിവിധ മത്സര ഇനങ്ങളും സംഘടിപ്പിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് പായസ വിതരണവും നടത്തി. സ്കൂൾ പ്യൂപ്പിൾ ലീഡർ മുഹമ്മദ് നാജിർ, അസിസ്റ്റന്റ് സ്കൂൾ പീപ്പിൾ ലീഡർ നവനീത് R നായർ, അധ്യാപകരായ ജെസി വർഗീസ്, PC റൂമി, സ്നിയ തെരേസ എന്നിവരും 11ാം ക്ലാസ് വിദ്യാർത്ഥികളും ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ പന്നിത്തടം സിംല ഗ്രൗണ്ടിൽ ഓണാഘോഷ പരിപാടികളും ഓണച്ചന്തയും ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ മീന സാജൻ, ലീല രാമകൃഷ്ണൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനില ജോസഫ്, സ്ഥിരം സമിതി അധ്യക്ഷരായ UV ഗിരീഷ്, സുഗിജ സുമേഷ്, PA ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് മെമ്പർമാരായ ആൻഡോ പോൾ, ജംഷീറ ഷിഹാബ്, പഞ്ചായത്ത് മെമ്പർ PN വിഷയകുമാർ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി PA ദീപ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാരും കുടുംബശ്രീ അംഗങ്ങളും അണിനിരന്ന മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറി. തുടർന്ന് കലാപരിപാടികളും നടന്നു. എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം വിവിധ കലാകായിക പരിപാടികളോടെ വർണ്ണാഭമായി നടന്നു. പൂക്കള മത്സരം, വടംവലി, ഉറിയടി, കുട്ടികളുടെയും രക്ഷാകർത്താക്കളുടെയും ഫാഷൻ ഷോ, അധ്യാപികമാരുടെ തിരുവാതിരക്കളി തുടങ്ങിയ പരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. പഴഞ്ഞി മാർ ബസേലിയ സ്കൂളിൽ ഒന്നിച്ചൊരു പൊന്നോണം ഓണോത്സവ് 2026 ആഘോഷിച്ചു. സ്നേഹവും സൗഹൃദവും ഒത്തൊരുമയും പൂക്കളത്തിൽ നിറം ചാർത്തിയപ്പോൾ ഓണാഘോഷങ്ങൾക്ക് വർണ്ണോജ്വലമായ തുടക്കമായി. മാവേലിയും വാമനനും പുലിയും ചെണ്ടക്കാരനും വേട്ടക്കാരനും മലയാളി മംഗമാരും അണിനിരുന്ന ഓണം സാംസ്കാരിക ഘോഷയാത്ര ഏറെ ശ്രദ്ധ ആകർഷിച്ചു. താലപ്പൊലിയുടെ അകമ്പടിയോടെ മാവേലിയും കൂട്ടരും വേദിയിൽ അണിനിരുന്നു. തുടർന്ന് ഓണക്കളികളും കുട്ടികളുടെ ഓണപ്പാട്ടും നൃത്താവതരണവും ഉണ്ടായിരുന്നു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥിനികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നിച്ചൊരു പൊന്നോണം എന്ന ആശയത്തിനായി സംഘടിപ്പിച്ച
250ഓളം വിദ്യാർത്ഥിനികൾ പങ്കെടുത്ത മെഗാ തിരുവാതിരയും അമ്മമാരുടെ തിരുവാതിരക്കളിയും പരിപാടിക്ക് മാറ്റുകൂട്ടി. സ്കൂൾ മാനേജർ ഫാദർ ഗീവർഗീസ് ജോൺസൺ അധ്യക്ഷനായ ഓണാഘോഷം കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ എൽദോ സജു ഓണസന്ദേശം നൽകി. പ്രധാനാധ്യാപകൻ ജിബ്ലസ് ജോർജ് സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് സോണി സക്കറിയ, MPTA പ്രസിഡന്റ് അഞ്ജു സുധീഷ്, വാർഡ് മെമ്പർമാരായ ജിൻസി സജു, സ്വപ്ന പ്രിൻസ്, പള്ളി സെക്രട്ടറി അനീഷ് ജോർജ്, ട്രസ്റ്റി ജെയ്സൺ ചീരൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. അധ്യാപകരായ ഫെമി വർഗീസ്, ജിൻസി പി ജോസ്, സിസി KT, റഹ്മത്ത് VA, സരൂൺ K സൈമൺ എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണച്ചന്തയ്ക്ക് ആൽത്തറ തടാകം ടൗൺഷിപ്പ് ബിൽഡിംഗിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഓണവിപണനമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കർഷകരിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ ചടങ്ങിൽ ഏറ്റുവാങ്ങി. കൃഷി ഓഫീസർ നൈമാൻ നൌഷാദ് അലി സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷിജില സുരേഷ് നന്ദിയും പറഞ്ഞു. വാർഡ് മെമ്പർമാരായ സീന സുരേഷ്, EP സുഭാഷ്, ഷിമോദ് കാട്ടശ്ശേരി, ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ അഷ്കർ അറക്കൽ, പരൂർ പടവ് സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ, ADS അംഗങ്ങൾ, ജനപ്രതിനിധികൾ, പ്രദേശത്തെ കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നതിനും വിഷരഹിതമായ നാടൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ന്യായവിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുമാണ് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത സജ്ജമാക്കിയിരിക്കുന്നത്. ആഗസ്റ്റ് 25-ന് ഓണച്ചന്ത സമാപിക്കും. കടങ്ങോട് മണ്ഡലം 1, 20, 21 വാർഡ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ജോസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി K ജയശങ്കർ, സലാം വലിയകത്ത്, MH നൌഷാദ്, MS അഷ്റഫ്, കരീം പന്നിത്തടം, MS ബഷീർ, PC ഗോപാലകൃഷ്ണൻ, PV പ്രസാദ് എന്നിവർ സംസാരിച്ചു. മികച്ച പൊതുപ്രവർത്തകനുള്ള VM കൊളക്കാട്ട് മെമ്മോറിയൽ 4ാമത് പുരസ്കാരം PT അജയ് മോഹന് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം സമർപ്പിച്ചു. 20ാം വാർഡ് ആശാവർക്കറായ ജോളി തോമസിനെ വാർഡ് മെമ്പർ സൈബുനീസ ഷർഫു പൊന്നാട അണിയിച്ച് ആദരിച്ചു. കേച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മണലിയിൽ നടത്തിയ പൂക്കൃഷിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആന്റോ പോൾ, ബാങ്ക് മുൻ പ്രസിഡന്റ് I വേണുഗോപാൽ, ബാങ്ക് സെക്രട്ടറി PA ഡേവിസ്, ബാങ്ക് ഡയറക്ടർമാരായ MR ജോയി, മുസ്തഫ കേച്ചേരി, സൗമ്യ രൂപേഷ്, ഷഹീന അബ്ദുൽ സലാം എന്നിവരും ബാങ്ക് ജീവനക്കാരും വിളവെടുപ്പ് ചടങ്ങിൽ സംബന്ധിച്ചു. അമ്മയ്ക്കൊരു ഓണക്കോടിയുമായി കോൺഗ്രസ് പ്രവർത്തകർ. ചാവക്കാട് നഗരസഭ 3ാം വാർഡ് തിരുവത്ര നോർത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാർഡിലെ 70 വയസ്സ് പൂർത്തീകരിച്ച അമ്മമാർക്ക് ഓണക്കോടിയും വാർഡിലെ മുഴുവൻ വീടുകളിലും പായസക്കിറ്റും വിതരണം ചെയ്തത്. UDF കൺവീനർ KV ഷാനവാസ്, INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കോനാരത്ത് ഷുക്കൂർ, 3ാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് EP ഷാഫി, മണ്ഡലം സെക്രട്ടറി AS സജിത്ത്, KMT ഷഹീബ്, മജീദ്, സുരേഷ്, അഷ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ALP സ്കൂൾ ഞമനേങ്ങാട് കണ്ടംപുള്ളി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി. വാർഡ് മെമ്പർ നിഷ ബിനോജ് ഉദ്ഘാടനം ചെയ്തു. ജപ്പാനിൽ നിന്നും എത്തിയ യു സുസാറ്റോയാണ് മുഖ്യാതിഥിയായി പങ്കെടുത്തത്. ഞമനേങ്ങാട് ബോധിധർമ്മ പ്രത്യേക ക്ഷണിതാവായാണ് ഇവർ കേരളത്തിലെത്തിയത്. തുടർന്ന് അത്തക്കള മത്സരം, മലയാളി മംഗ മത്സരം, കസേരകളി, സ്പൂൺ റേസിംഗ്, രക്ഷിതാക്കളുടെ മത്സരങ്ങൾ എന്നിവ നടത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. പരിപാടിയിൽ മാനേജർ മനോജ്, ഹെഡ്മിസ്ട്രസ് രമാദേവി എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകർ, PTA അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചൂണ്ടൽ പഞ്ചായത്തിലെ തായങ്കാവ് 47ാം നമ്പർ ആലത്തിയൂർ നമ്പി അംഗൻവാടിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശൈലജ പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി മോണിറ്ററിംഗ് സമിതി അംഗം CI മോഹൻദാസ് ഓണസന്ദേശം നൽകി. ചടങ്ങിൽ അംഗൻവാടി വിദ്യാർത്ഥികൾക്ക് ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു. അംഗൻവാടി ടീച്ചർ ശ്രുതി, ഹെൽപ്പർ അൽഫോൺസ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കസേരക്കളി, ഉറിയടി, മാലകോർക്കൽ തുടങ്ങിയ മത്സരങ്ങളും നടത്തി. വിദ്യാർത്ഥികൾക്കും വിശിഷ്ടാതിഥികൾക്കുമായി ഓണസദ്യയും ഉണ്ടായിരുന്നു. സംസ്ഥാനതലത്തിൽ നടന്ന ഗ്രാപ്ലിംഗ് മത്സരത്തിൽ ഗോൾഡ് മെഡൽ ലഭിച്ച സാന്ദ്ര ഐറിനെയും സിൽവർ മെഡൽ നേടിയ കേനസ് K റിനോൾഡിനെയും CPI എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി അനുമോദിച്ചു. കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി. സിൽവർ മെഡൽ നേടിയ കേനസ് K റിനോൾഡിനെ കുന്നംകുളം മണ്ഡലം കമ്മിറ്റി അംഗം KV ശങ്കരനാരായണൻ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. എരുമപ്പെട്ടി ലോക്കൽ സെക്രട്ടറി ജോണി ആളൂർ, കമ്മിറ്റി അംഗം ഷൈജു തൈക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. സാന്ദ്ര ഐറിനും കേനസ് K റിനോൾഡും CPI എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി അംഗം റിനോൾഡിന്റെ മക്കളാണ്.
വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് സദ്ഗമയ സ്പെഷ്യൽ പ്രോജക്ട് സെന്റർ അടച്ചുപൂട്ടി. നളിനി മോഹനകൃഷ്ണൻ സ്മാരക സ്മൃതി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറിയിൽ 2018 ആരംഭിച്ച സദ്ഗമയ സ്പെഷ്യൽ പ്രോജക്ട് സെന്ററിന്റെ പ്രവർത്തനമാണ് നിലച്ചത്. ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമായി 1200-ൽ പരം കുട്ടികൾക്ക് ആശ്വാസമായിരുന്ന കേന്ദ്രം അടച്ചുപൂട്ടിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും UDF വെളിയങ്കോട് പഞ്ചായത്ത് ഉന്നതാധികാര സമിതി യോഗം അഭിപ്രായപ്പെട്ടു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ KK ബീരാൻകുട്ടി അധ്യക്ഷത വഹിച്ച യോഗം UDF പൊന്നാനി നിയോജക മണ്ഡലം കൺവീനർ കല്ലാട്ടൽ ഷംസു ഉദ്ഘാടനം ചെയ്തു. സദ്ഗമയെക്കുറിച്ചും കേന്ദ്രത്തിന്റെ കഴിഞ്ഞകാല നടത്തിപ്പിനെ സംബന്ധിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ADHD, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ജനിതക വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ, സംസാര വൈകല്യങ്ങൾ എന്നിവയിൽ പ്രയാസമുള്ള കുട്ടികൾക്ക് സൗജന്യ നിരക്കിൽ സേവനം നൽകുന്ന ഈ കേന്ദ്രത്തിൽ സൈക്കോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ, സ്പീച്ച് തെറാപ്പിസ്റ്റ്, കെയർടേക്കർ എന്നീ ജീവനക്കാരുടെ സേവനം ഉപയോഗിച്ചാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം നടത്തിവരുന്നത്. ജില്ലാതലത്തിൽ മാത്രം പ്രവർത്തനം നടത്തുന്ന സദ്ഗമയ പദ്ധതി കേരളത്തിൽ ആദ്യമായാണ് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിലെ ഫണ്ട് വിനിയോഗിച്ച് താഴത്തൽപ്പടിയിൽ പ്രവർത്തിച്ചുവരുന്ന ഹോമിയോ ആയുഷ് NHM പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ആരംഭിച്ചത്. തുടക്കത്തിൽ ആഴ്ചയിൽ 1 ദിവസം മാത്രമായിരുന്ന പ്രവർത്തനം കുട്ടികളുടെ എണ്ണം കൂടിയതിനെ തുടർന്ന് 3 ദിവസമായും പിന്നീട് 5 ദിവസമായും ഉയർത്തി. 2018 മുതൽ 25 വരെ 1200-ൽ പരം കുട്ടികൾക്കാണ് കേന്ദ്രത്തിൽ നിന്നും സേവനം ലഭിച്ചത്. പ്രതിവർഷം ശരാശരി 13 ലക്ഷം രൂപയോളം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സദ്ഗമയ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നടത്തിവന്നിരുന്നത്. തെറാപ്പി പെട്ടെന്ന് നിർത്തുന്നത് കുട്ടികളുടെ ഭാവിയെ ഇരുട്ടിലാക്കുമെന്നും തീരുമാനം പുനഃപരിശോധിച്ച് കേന്ദ്രം തുടർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. UDF നേതാക്കളായ ഷാജി കാളിയത്തേൽ, ഷമീർ ഇടിയാട്ടേൽ, KM അനന്തകൃഷ്ണൻ, TA മജീദ്, CK പ്രഭാകരൻ, സുരേഷ് പാട്ടത്തിൽ, TP മുഹമ്മദ്, മജീദ് പാടിയോടത്ത്, KP കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം സദ്ഗമയ പദ്ധതി ജില്ലാ കളക്ടറുടെ അടിയന്തര ഇടപെടൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പുതിയ സർക്കാർ വന്നതിനുശേഷം കോർഡിനേഷൻ കമ്മിറ്റി പുനഃക്രമീകരിച്ച് ഇതുവരെയായി യോഗം ചേർന്നിട്ടുമില്ല. വളരെ പ്രധാനപ്പെട്ട ഈ പദ്ധതി തുടർന്നു പോകുന്നതിനും ശമ്പള കുടിശ്ശിക തീർത്തു നൽകുന്നതിനും കോർഡിനേഷൻ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി പദ്ധതി അനുമതി നൽകേണ്ടതുണ്ട്. ആയതിനാൽ കോർഡിനേഷൻ കമ്മിറ്റി യോഗം പെട്ടെന്ന് ചേരുന്നതിനും അതിൽ ഈ വിഷയം അജണ്ടയാക്കുന്നതിനും ജില്ലാ കളക്ടറുടെ ഇടപെടൽ തേടിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ, വൈസ് പ്രസിഡന്റ് പ്രബിത പുല്ലൂണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P പ്രിയ, പ്രിൻസി നെല്ലിക്കൽ തുടങ്ങിയവർ ജില്ലാ കളക്ടറെ സന്ദർശിച്ച് രേഖാമൂലം അഭ്യർത്ഥന കൈമാറി. ഇക്കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ 17-ാം വാർഡ് മെമ്പർ K സിദ്ദിഖാണ് സദ്ഗമയ ജീവനക്കാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചത്. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കുക, പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാരിനെതിരെ പ്രതിഷേധം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻ ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ മാറഞ്ചേരി വില്ലേജ് ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് E സിന്ധു ഉദ്ഘാടനം ചെയ്തു. E ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. PC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. AP വാസു, KP രാജൻ, നൌഷാദ് എന്നിവർ സംസാരിച്ചു. ധനശേഖരൻ പനമുക്കിൽ നന്ദി പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,950 രൂപ, പവന് 1,19,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം വടക്കേക്കാട് മുക്കില പീടിക സെന്ററിൽ ഫാൻസി ആൻഡ് ഫുഡ്വെയർ ഷോപ്പ് നടത്തുന്ന എടക്കര റോഡ് കുറുങ്കാട്ടിൽ അബ്ദുറഹ്മാൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. ഖബറടക്കം എരിഞ്ഞിപ്പടി ജുമാ മസ്ജിദിൽ നടത്തി. നസീമ ഭാര്യയും അസ്ഹറുദ്ദീൻ, റൈഹാന എന്നിവർ മക്കളുമാണ്. പുന്നൂർക്കുളം ചമ്മന്നൂർ പരേതനായ പണ്ടാരപ്പറമ്പിൽ അറുമുഖൻ ഭാര്യ തങ്കം ടീച്ചർ നിര്യാതയായി. 88 വയസ്സായിരുന്നു. റിട്ടയർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം നടത്തി. മുരളി, വത്സലൻ, ജലജ, രമണി എന്നിവർ മക്കളാണ്. കുനമൂച്ചി തരകൻ മേലീട്ട് ചാക്കുണ്ണി മകൾ ബിജി നിര്യാതയായി. 50 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പറപ്പൂർ സെന്റ് ജോൺ നെബുംസിയാൻ ഫൊറോനാപ്പള്ളി സെമിത്തേരിയിൽ നടക്കും. പൂച്ചട്ടി സ്കൂളിലെ അധ്യാപികയാണ് പരേത. ജോജു ഭർത്താവാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PSC നിയമന തട്ടിപ്പിൽ ശക്തമായ ഇടപെടലിനൊരുങ്ങി ലോക്ഭവൻ. PSC സെക്രട്ടറിയെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിളിച്ചുവരുത്തി. PSC ചെയർമാന്റെ അറിവില്ലാതെയാണ് സെക്രട്ടറി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്.
കുന്നംകുളത്തെ ഓണാഘോഷങ്ങളിലെ അനിവാര്യതയായ ഓണത്തല്ല് 27-ന് നടക്കും. രണ്ടോണ ദിവസം കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കുന്ന പ്രത്യേക വേദിയിലാണ് ഓണത്തല്ല് അരങ്ങേറുക. നാട് ഓണത്തിന്റെ ആഘോഷത്തിമിർപ്പിൽ സ്കൂളുകളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വൈവിധ്യമാർന്ന ഓണാഘോഷങ്ങൾ അരങ്ങേറുമ്പോൾ ഓണച്ചന്തകളിലും തിരക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.